ദില്ലിയിൽ കനത്ത മഴയിൽ മതിലിഞ്ഞു വീണ് 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. ജയ്പൂരിലാണ് അപകടം. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, ഇന്ന് രാവിലെ തന്നെ കനത്ത മഴ ദില്ലിയിൽ ഉണ്ട്. മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇപ്പോഴിതാ മതിലിടിഞ്ഞു വീണ് 7 മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഇന്നലെ രാത്രി മുതൽ ദില്ലിയിൽ കനത്ത തുടർച്ചയായ മഴ പെയ്യുകയാണ്. ഇന്നിപ്പോൾ രാവിലെയും ഈ മഴ നിലച്ചിട്ടില്ല. ഇന്നിപ്പോൾ തെക്ക് കിഴക്കൻ ദില്ലിയിലെ ജയ്പൂർ എന്ന പ്രദേശത്ത് ഹരിനഗറിലാണ് ഈ ഒരു മതിലിടിഞ്ഞു വീണ് 7 പേർ ദാരുണമായി മരിച്ചത്. 2 കുട്ടികൾ ഉൾപ്പെടെയാണ് മരിച്ചത്. ഇതിൽ 3 പുരുഷന്മാരും 2 സ്ത്രീകളും 2 പെൺകുട്ടികളും ഉൾപ്പെടെയാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഇവർ ഈ ഒരു ഭാഗം ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള ക്ഷേത്രമതിൽ കൂടിയാണ്. അവിടെ ഒരു ചതുപ്പ് നിലം കൂടിയാണ്. അവിടെ ഈ സ്ക്രാപ്പ് തൊഴിലാളികൾ, അതായത് ആക്രി പെറുക്കുന്ന തൊഴിലാളികളാണ് ഇവർ തൊട്ടടുത്ത് ഈ മതിലോട് ചേർന്ന് ആ കൂര കെട്ടി താമസിക്കുന്ന ഒരു ചെറിയ കോളനി കൂടിയാണ്. ഇവിടെയാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ മഴയത്ത് മതിലിടിഞ്ഞ് ഇവരുടെ ശരീരത്തേക്ക് വീഴുകയും പിന്നെ ഇവർ അവിടെ കുടുങ്ങി പോവുകയായിരുന്നു. ഏകദേശം 11 പേരിലധികം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 7 പേർ മരിക്കുകയും ബാക്കി 4 പേർ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ വിവരം എന്താണ്? ആശുപത്രിയിൽ കഴിയുന്നവരുടെ അവസ്ഥയും ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രമല്ല കൂടുതൽ പേർ ഇവിടെ കുടുങ്ങി കൊടുക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. കാരണം ഈ ആക്രി പറക്കുന്ന നിരവധി ആളുകൾ അവിടെ കൂര കെട്ടി താമസിക്കുന്ന ഇടം കൂടിയാണ്. ഈ മതിന് ഏകദേശം 100ഓളം അടി ഉയരമുള്ള വലിയ മതിലാണ്. ആ വലിയ മതിലാണ് ഈ മഴയത്ത് കുതിർന്ന് അത് താഴേക്ക്. അതാണ് ആ കാഴ്ചയിൽ തന്നെ കാണാം. കാരണം അത്രയേറെ വലിയ മതിലുകൾ ഇങ്ങനെ ചതുപ്പുള്ള സ്ഥലങ്ങളിൽ കെട്ടുന്നത് തന്നെ ചട്ടവിരുദ്ധമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. ഇനി ദില്ലിയിലെ അവസ്ഥ എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് അവസ്ഥയെ സംബന്ധിച്ചറിയില്ല. പക്ഷേ ഇത്ര പൊക്കം വരുന്നതിന് വേണ്ടത്തേണ്ട കരുതലുകളുണ്ട്. അത് മാത്രമല്ല മതിലിനോട് ചേർന്ന് അത്തരത്തിൽ കൂരകൾ അനുവദിക്കാൻ പാടില്ല ഉണ്ടെങ്കിൽ തന്നെ. മാത്രമല്ല സിബി സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ രക്ഷാപ്രവർത്തനങ്ങളുടെ അഭാവം ഉണ്ടായി എന്നുള്ളത്. ഇപ്പോഴും അവിടെ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് അല്ലേ? അജിംഷാദ്, തീർച്ചയായും ദില്ലിയിൽ ഇത്തരത്തിൽ ഈ കൂരകൾ കെട്ടി വഴിയോരങ്ങളിലും ആ മതിലോട് ചേർന്നൊക്കെ താമസിക്കുന്ന നിത്യസംഭവങ്ങളാണ്. പ്രത്യേകിച്ച് ആക്രി പെറുക്കുന്ന ആളുകളും ആ നാടോടികൾ മറ്റുള്ള സംസ്ഥാനത്തുള്ളവരൊക്കെ തന്നെ ഇവിടെ കൂര കെട്ടി താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ ജീവിതം അത്രത്തോളം സുരക്ഷിതമില്ലാത്ത ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നതും. എന്തായാലും ഇന്നിപ്പോൾ ഈ കൂര കെട്ടി ഈ ക്ഷേത്ര മതിലോട് ചേർന്ന് ചെറിയ കൂരകൾ കെട്ടി താമസിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. രാവിലെ പുലർച്ചയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഈ മതിലിന്റെ അടിയിൽ നിരവധി പേർ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ രക്ഷപ്പെടുത്തി ഇവരൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ആശുപത്രി വെച്ച് തന്നെ ഇവർ മരണപ്പെടുകയായിരുന്നു. രാവിലെ 8 പേർ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നീടാണ് ഇപ്പോൾ അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു എന്നുള്ള ദാരുണമായ സംഭവമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടോ ദില്ലിയിൽ? ഇപ്പോഴത്തെ അവസ്ഥ ദില്ലിയിൽ മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ട്. എങ്കിൽ പോലും പല ഭാഗങ്ങളിൽ NCR മേഖലയിലെല്ലാം നിലയും മഴ ശക്തമായി പെയ്യുന്നുണ്ട്. നേരിയ ശമനം മാത്രമാണ് മഴയ്ക്കുള്ളത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ നഗരം ആകെ വെള്ളക്കെട്ടിൽ പോകുന്ന സാഹചര്യമായിരുന്നു. 100-ലധികം വിമാന സർവീസുകൾ ഇന്ന് വൈകിയാണ് പോകുന്നത്. 4 സർവീസുകൾ റദ്ദാക്കി. ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. കൂടാതെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദാരുണമായൊരു സംഭവമാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ ഉണ്ടായത്. ശരി സിബിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കനത്ത മഴ ദില്ലിയിൽ തുടരുന്നു. 2 കുഞ്ഞുങ്ങളടക്കം 7 പേരുടെ മരണം സംഭവിക്കുന്ന തരത്തിൽ മതിലിടിഞ്ഞ് വീഴുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിനടിയിലാണ് എന്നൊക്കെ ആണ് അവിടെ നിന്നും റിപ്പോർട്ടുകൾ എത്തുന്നത്. സിബി ജോസഫാണ് സമഗ്ര വിവരം നൽകിയത്.